വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സദസ്യ സുഹൃത്തുക്കളെ, ഈ സദസ്സിൽ കേൾക്കേണ്ടുന്ന രണ്ട് പ്രധാന പ്രസംഗങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഖുറത്ത് സാദാത്ത് മഹാനവറുകൾ. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവറുകൾ. രണ്ട് വ്യക്തികളാണ് ഈ യാത്രയിൽ സഹയാത്രികരായി ഒഴിഞ്ഞു പോകാതെ യാത്രയിൽ ഉള്ളത്. അതുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് പലതും കേൾക്കാൻ ഉണ്ടാകും. എനിക്ക് അത്ര കൂടുതൽ സമയം ഇവിടെ ഇരിക്കാനും താമസിപ്പിക്കാനും സൗകര്യം കുറവായതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അത് സമ്മതിക്കാതെ സ്വന്തം നാട്ടിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ തടയുകയും അവസാനം അടുത്ത വർഷം ഉംറയ്ക്ക് വരാമെന്ന സന്ധ്യ കരാറ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കരാറിൽ ഒരു വിഷയമായിരുന്നു, ഈ ഒരു കൊല്ലക്കാലത്തിനിടയിൽ മുസ്ലിംകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടുത്തെ എതിരാളികളിലേക്ക് പോയാൽ, ഒരു പുരുഷൻ പോയാൽ അവരെ തിരിച്ചു കൊടുക്കണം. അതേസമയത്ത് എതിരാളികളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോയാൽ സാധാരണ നിങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നാലും തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ. അത് അവർ തിരിച്ചു തരൂല എന്നും ഈ കരാറ് ഒരിക്കലും ബുദ്ധിപരമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. പക്ഷേ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് കൊണ്ട് എല്ലാ സഹാബികളും അംഗീകരിച്ചു. ഇതനുസരിച്ച് ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് മദീനയിലേക്ക്
മദീനയിലുള്ള സഹാബികളിൽ ആരെങ്കിലും അങ്ങോട്ട് പോയാൽ മടക്കി കൊടുക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പക്ഷം മടക്കി കൊടുക്കുകയില്ല. ഇതെന്തൊരു ന്യായമാണ്! സാധാരണ ന്യായം അനുസരിച്ച് മടക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും മടക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഇല്ല. ഇതാണല്ലോ. എന്നാൽ ആ കാലഘട്ടത്തിലാണ് സഹാബികളുടെ കൂട്ടത്തിൽ ഒരു സഹാബി അബൂജന്തൽ റളിയല്ലാഹു അൻഹു, അവർ അദ്ദേഹത്തിൻ്റെ കാലിൽ ശത്രുക്കൾ ഘടിപ്പിച്ചിരുന്ന ഇരുമ്പിൻ്റെ തടസ്സം, കാല് ചങ്ങലക്കിട്ട് തടസ്സപ്പെടുത്തിയതാണ്. ആ തടസ്സം എങ്ങനെയോ നീക്കി പൊട്ടിച്ച് കടൽ തീരത്തേക്ക് പോവുകയും ആ കടൽ തീരത്ത് കൂടെ നടന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തുകയും ചെയ്തു. ആ സമയത്താണ് മക്ക മുശ്രിക്കുകൾ ഈ വിവരം അറിയുന്നത്. ഉടനെ തെരഞ്ഞ് അവർ മദീനയിലെത്തി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നമ്മുടെ വാഗ്ദത്തം അനുസരിച്ച് നിങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചു തരണം, ഞങ്ങൾ അത് കൊണ്ടുപോകാനാണ് വന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ വിളിച്ചിട്ട് പറയുന്നു, അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല, ആർക്കും പാടില്ല, ഞാനത് പാടില്ല എന്ന് പഠിപ്പിക്കുക കൂടെ ചെയ്യുന്ന നബിയാണ്, റസൂലാണ്. അതുകൊണ്ട് നീ ആ മക്കക്കാരുടെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വാർത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉന്നാര നബിയെ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്, എന്നിട്ട് തങ്ങൾ എന്നെ ആ മുസ്ലിങ്ങളെ കൂടെ മടക്കി അയക്കുകയാണോ എന്ന് ചോദിച്ച സമയത്ത് വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് വാഗ്ദത്തലംഘനം ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം അവർ തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ ആ പോക്ക് വലിയ ഉപകാരപ്രദമായി അദ്ദേഹത്തെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ വീണ്ടും അവർ ജയിലിൽ വെച്ചു. ആ സമയത്ത് തൗഹീദിലേക്ക് അവിടെയുള്ള ആളുകളെ ക്ഷണിക്കാനും അതുവഴി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരാനും കാരണമായി. ഞാനിത് പറയുന്നത് വാഗ്ദത്തം പൂർത്തീകരിക്കാതെ യാതൊരു നിർവാഹവും ഇല്ല, ഞാൻ അത് പഠിപ്പിക്കുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്രയും സത്യസന്ധമായ മതമാണ് ഇസ്ലാം. അതാണ് ലോകത്ത് വിജയം കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് അങ്ങനെയൊരു സത്യസന്ധത എവിടെയോ ഉണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർലമെൻറ്റും അതിൻ്റെ പ്രതിപക്ഷവും അസംബ്ലിയും അതിൻ്റെ പ്രതിപക്ഷവും ആരായാലും ശരി,
ഭരണപക്ഷം എന്തു പറയുന്നു അതിനെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയായി അവർ കാണുന്നത്. പ്രതിപക്ഷം എന്തുകൊണ്ട് പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് പൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.